അങ്ങേയറ്റം ദുഃഖകരമായ, വിഷമകരമായ, ഇതിനപ്പുറം നിരാശാജനകമായ, ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ആ കുട്ടിക്കുണ്ടായ മാനസിക വിഷമം, ആ കുടുംബത്തിനുണ്ടായ മാനസിക വിഷമം, അത് അനസുമായി സിബി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറേ ദിവസം ആ കുട്ടി പുറത്തിരുന്നിട്ടുണ്ട്, സൈക്കിളുമായി വെയിലത്ത് നിൽക്കുകയായിരുന്നു. ഈ ചെറിയൊരു തട്ടമിട്ടതിൻ്റെ പേരിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കുണ്ടായ മാനസിക വിഷമം ഈ പിതാവുമായി സംസാരിച്ചപ്പോൾ അത് എത്രമേൽ ആഴത്തിലുള്ളതാണെന്നാണ് സിബിക്ക് ബോധ്യമായത്. ആ സ്കൂളിൽ എന്തുകൊണ്ട് തുടരാൻ കഴിയുന്നില്ല എന്നാണ് അനസു പറയുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും വളരെ വലിയ ദുഃഖകരമായ ഒരു ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ദുഃഖകരമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം ഒരു മാതാപിതാക്കൾ എടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇതിൽ ഈ രക്ഷിതാവായ അനസ്, അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കുട്ടിയെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ കുട്ടി ഇപ്പോൾ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല. ഇതിന് കാരണവും കുട്ടിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാകുന്നു. കുട്ടിക്ക് ഭയമാണ്, അതുപോലെ പനിയുണ്ടായി. അത്തരത്തിൽ മാത്രമല്ല ഈ നാട്ടുകാർ ഒന്നടങ്കം അല്ലെങ്കിൽ മറ്റുള്ള സമൂഹം പോലും തങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രതീതി കുട്ടിയിലുണ്ടായി. അത് വളരെയധികം മാനസിക വിഷമത്തിലേക്ക് പോയിരിക്കുന്നു. താനും തൻ്റെ കുടുംബവും വളരെ വലിയ സങ്കടത്തിലാണ്. താൻ കാരണം ഒരു കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെയാണ് ഈ സ്കൂളിൽ നിന്നും മാറി കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും വളരെയധികം ആലോചിച്ച ശേഷം പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ഒരു മാനസിക നില കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നമ്മളോട് സംസാരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും കൃത്യമായി സംസാരിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോഴും കടുത്ത നിലപാടിൽ നിൽക്കുകയും മാത്രമല്ല ഹൈക്കോടതി അടക്കം നിയമ പോരാട്ടവുമായി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നിയമ പോരാട്ടമായി പോകുമ്പോൾ ഇനിയും ഈ വിഷയം കൂടുതൽ സമൂഹം ചർച്ച ചെയ്യുകയും അത് മറ്റൊരു രീതിയിലേക്ക് ഒരു വർഗീയ ധ്രുവീകരണം പോലെ മറ്റൊരു രീതിയിലേക്ക് ഈ വിഷയം മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം തന്നെ നോക്കുമ്പോൾ പല രീതിയിലാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമാധാനം കാക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ കാരണം അല്ലെങ്കിൽ തൻ്റെ കുടുംബം കാരണം തൻ്റെ കുട്ടി കാരണം മറ്റൊരു രീതിയിൽ ഒരു അനുഭവം വേണ്ട അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചർച്ചകളിലേക്ക് പോകേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഈ കുടുംബം എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ TC വാങ്ങി ഈ കുട്ടിയുടെ പഠനം മതിയാക്കി മറ്റൊരു സ്കൂളിലേക്ക് സ്കൂളിലെ പഠനം മതിയാക്കി മറ്റൊരു സ്കൂളിലേക്ക് പോകാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ സ്കൂൾ അധികൃതരെ അറിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്കൂളിന്റെ അഭിഭാഷക അടക്കമുള്ളവരോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് എത്തിയാൽ ഒരു രീതിക്കും ഈ കുട്ടിയെ പഠിപ്പിക്കില്ല. ഈ ശിരോവസ്ത്രം ധരിക്കാതെ തന്നെ സ്കൂളിലെ യൂണിഫോം മാത്രം ധരിച്ചുകൊണ്ട് എത്തിയാൽ മാത്രമേ പഠിക്കാനാവൂ എന്ന് ഇവർ എഴുതി നൽകിയാൽ മാത്രമേ ഇവരെ പഠിപ്പിക്കൂ എന്നുള്ള നിലപാടിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് എത്തിയിരുന്നു. എന്നാൽ സ്കൂളിൽ കുട്ടിയുടെ പഠനം വിലക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴും ശിരോവസ്ത്രം ധരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഈ സ്കൂൾ മാനേജ്മെന്റ് എടുക്കുകയും അതിനെതിരെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടും അതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഓർഡറിനെതിരെ ഹൈക്കോടതിയെ മറ്റും സമീപിക്കാനുള്ള തീരുമാനമായിരുന്നു അവർ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുടുംബം അവർ ഏറ്റവും പാവപ്പെട്ട കുടുംബം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിയമ പോരാട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഇതൊരു മറ്റേതിലേക്ക് ചർച്ചകളിലേക്ക് പോകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ കുട്ടിയുടെ പഠനം ഇത്തരത്തിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ അനസ് ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകളുടെ മൗലികമായ അവകാശം തലമറിച്ച് സ്കൂളിൽ പോകാൻ അനുവദിക്കണമെന്ന ആവശ്യത്തോട് വളരെ പോസിറ്റീവായിട്ടാണ് കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പ്രതികരിച്ചത്. എന്നാൽ ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണവും അതിന്റെ റിപ്പോർട്ടെല്ലാം തന്നെയും തന്റെ മകൾ ഉന്നയിച്ച കാര്യങ്ങൾ ന്യായമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തികച്ചും ന്യായമായ ഈ ആവശ്യത്തോടെ സ്കൂൾ അധികൃതരിൽ നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണെന്നും നാട്ടിലെ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായെന്ന ആക്ഷേപവും ഈ കുടുംബത്തെ മാനസികമായി തകർത്തു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നതെന്നും ഈ കുടുംബം അല്ലെങ്കിൽ ഈ ഒരു പിതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ PTA പ്രസിഡന്റിന്റെ ഒരു കാര്യം കൂടി ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് PTA പ്രസിഡന്റ് ഈ ഒരു വിഷയത്തെ വർഗീയമായ ഇടപെടൽ നടത്താൻ ഒരു ശ്രമം നടത്തിയെന്നും അദ്ദേഹം ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ മകൾക്കും എനിക്കും കുടുംബത്തിനും വലിയ മാനസികമായ ആഘാതമാണ് ഉണ്ടാക്കിയത്. അതിനാൽ ഈ സ്കൂളിലെ മകളുടെ പഠനം അവസാനിപ്പിക്കുകയാണെന്നും TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിൽ പഠനം തുടരാമെന്ന് തീരുമാനിച്ചതായും ഇവർ പറയുകയും ചെയ്തു. ഇതിനുവേണ്ടി എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടെ നിന്ന സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം ഇവർ നന്ദിയും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം രാഷ്ട്രീയമായും വർഗീയമായും മുതലെടുപ്പിന് പലരും ശ്രമിച്ചു, ചില രാഷ്ട്രീയ പാർട്ടികളടക്കം ശ്രമിച്ചു എന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നു. എന്തായാലും
എന്തായാലും ഈ കുട്ടിയുടെ മാനസികമായ ഒരു നില കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ കുടുംബം എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ട എന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇങ്ങനൊരു തീരുമാനം ഈ കുട്ടിയെ മാറ്റി വേറെ സ്കൂളിൽ. ശരി സിബി, എന്തായാലും ആ രക്ഷിതാവ് തീരുമാനം എടുത്തിരിക്കുകയാണ്. കുട്ടി സെന്റ് റീത്ത സ്കൂളിൽ ഇനി പഠിക്കുന്നില്ല, അവിടെ പഠനം നിർത്തുകയാണ്, മറ്റ് സ്കൂളിലേക്ക് മാറുകയാണ്. കാരണം സ്കൂൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കുട്ടിക്ക് പഠനം നിഷേധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ശിരോവസ്ത്രമിട്ട് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കില്ല. ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ സ്റ്റേൺ ആയ ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴും സ്കൂൾ അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ കുടുംബത്തിന് വേറെ വഴിയൊന്നുമില്ല, മറ്റു വഴിയില്ല, മറ്റു സ്കൂളിൽ പഠിക്കും. മാത്രമല്ല